അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു. ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ. ഷൗക്കത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ. ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. ഇപ്പം സ്വരാജ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇതെടുത്തല്ലോ, ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ 1600 രൂപ അവിടെ ശമ്പളമാക്കി, പെൻഷനാക്കി, അത് ശരിയല്ലാന്നോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്കുണ്ടാക്കി കൊടുത്തു, അത് ശരിയല്ല എന്നാണോ പറയുന്നത്? അപ്പോൾ എന്താണ് ശരിയില്ലായ്മ? പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യമാണ്, പിണറായിൻ്റെ കുടുംബാധിപത്യമാണ്, മരുമോനിസാണ്. 6 വരി പാത 12 വരിയാക്കാൻ എന്താ പറയുക, മരുമകൻ നടത്തിയ ഗിമ്മിക്ക് നമ്മൾ കണ്ടതാണ്. എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത്. ഇവിടുത്തെ വിഷയം SFI ആണ്. ഒരു പണിയെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാണ് ഇവിടെ പ്രശ്നം. എന്താ സ്വരാജിന് മനസ്സിലാവാത്തത്? എല്ലാ വർഷവും 2500 പെൻഷനിലെത്തിക്കുന്ന പറഞ്ഞ് 100 റുപ്യ കൂട്ടി 2500 എത്തുന്ന സമയത്താണ് 1600 കൊടുക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കുന്നത്? 2 റുപ്യ ഈ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് 2 രൂപ അടിച്ചു മാറ്റുന്നുണ്ട്. ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ. ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റുകയാണ്. അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. എന്നാൽ അതെങ്കിലും മര്യാദയ്ക്ക് കൊടുക്കണ്ടേ? ഇതിലും വലിയ കുടുംബഞ്ചന എന്താ പിണറായി ചെയ്യുന്നത്? അപ്പോൾ ഇവിടുത്തെ പിണറായിസമാണ് ഇവിടുത്തെ വിഷയം, മരുമോനിസമാണ് ഈ വിഷയം. അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ പശ്ചിമ ബംഗാളിലൊക്കെ നടന്നില്ലേ, ടാറ്റനെയും ബിർളനെയും അദാനിയും ഞങ്ങളുടെ പാർട്ട്ണർമാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ്. അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത 10,000 ഏക്കർ ഭൂമി, ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ്. ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേടുണ്ടാക്കിയത്. ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? പിണറായി വിജയൻ. അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായിസത്തിൻ്റെ വക്താക്കൾ. ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും. അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കണ്ടേ? ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം? ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ UDFൻ്റെ നേതൃത്വത്തിലുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ഇനിയും ഈ പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണം, അവർക്ക് ഉറപ്പ് കൊടുക്കണം. ഈ മലയോര മേഖലയിൽ 63 സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്കുക, ഈ 3000 കോടി വെക്കുകയാണെങ്കിൽ 63 സീറ്റ്. അതിൽ ഈ പറയുന്ന 10, 12, 13 സീറ്റാണുള്ളത് ഇപ്പം UDFൻ്റെ കയ്യിൽ. അതാണ് രാഷ്ട്രീയം. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം നമ്മളുണ്ടാവും, എന്ത് ത്യാഗം സഹിച്ചിട്ട്. ഒരു കാര്യം കൂടി പറയാം, അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക്, മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിൻ്റെ വേരറക്കാൻ എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. മനസ്സിലായോ? ബേപ്പൂരിൽ PV അൻവർ മത്സരിക്കും. പിണറായിസത്തിൻ്റെ മരുമോനിസത്തിൻ്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കൂട്ടി. അവരാലോചിക്കട്ടെ, വെല്ലുവിളിയാണ്. അവിടെ വരട്ടെ, മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോട് ഞാൻ സംസാരിക്കും. ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് റീലിന് 10 ലക്ഷം, ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ 4 എണ്ണം, 49,60,000 റുപ്യ പോക്കറ്റ് കിഷും. മനസ്സിലായോ? അങ്ങനത്തെ എത്ര റീല്? ആന ചവിട്ടി കൊന്നാലും 30 കൊടുക്കും 10 ലക്ഷം. ഓ, എന്തൊരു തൊഴിലാളി പാർട്ടി, എന്തൊരു തൊഴിലാളി സ്നേഹം! കവിഞ്ഞൊഴുകല്ലേ തൊഴിലാളി സ്നേഹം. ഇതൊക്കെയാണ് സ്വരാജിനോട് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അത് തിരുത്തേണ്ടത്. ഈ പിണറായിസത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത്,
ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ്. കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും. വിടരുത്, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പം പ്രചരണം തുടങ്ങിയപ്പോൾ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? UDF വോട്ട് പിടിക്കുന്നത്. എവിടെ UDF വോട്ട് പിടിച്ചത്? എവിടെ പിടിച്ചത്? ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ 45,000 വോട്ടിലേക്ക് കൂപ്പുകുത്തുവൻ. അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി. CPM-ലെ സഖാക്കൾ, യഥാർത്ഥ സഖാക്കൾ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിർത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട്? ആ പാർട്ടിയിൽ ആര് ബാക്കിയുണ്ട്? ഒന്നാം ഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 2ാം ടേം മന്ത്രിസ്ഥാനം എല്ലാം പറഞ്ഞിട്ട് സകല എണ്ണത്തിനെയും ടീച്ചറെയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ ആദ്യം തന്നെ സൈഡാക്കി. അത് തുടങ്ങുമ്പോൾ എനിക്ക് എന്താ പറയുക, അടുപ്പുള്ള സഖാക്കളോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് നോക്കിക്കെട്ടോ ഈ വെട്ടിങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ജയരാജന്മാരുണ്ട്? കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇപ്പോൾ മൂപ്പരെ സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കിയിട്ട്, അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. കോഴിക്കോട് മോഹനൻ മാഷ് എന്തുമാത്രം പിണറായിക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാ. ആദ്യം അളമരം കരീം സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരീമൻ സഖാവിനെ സൈഡാക്കി. അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ച് പുറത്തിട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ്, പഴയ MLA. മൂപ്പർക്ക് പ്യൂണിൻ്റെ പണി കൊടുത്തിട്ട് ആ പോടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു. ജില്ല ക്ലീൻ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരിക, മരുമോൻ വിചാരിച്ചാൽ സ്ഥാനാർത്ഥിയാവുള്ളൂ. നിയമസഭ വരിക, മരുമോൻ വിചാരിച്ചാൽ എന്താ പറയുക, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ. ഇനി എവിടെ വെട്ടി നിരത്താൻ ബാക്കി? ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം മുട്ടില്ലേ? ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന് നട്ടലുണ്ടെങ്കിൽ പറയണം. അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെൻറ്റിന് വിലയിരുത്തിയല്ലേ ജനം. മുഖ്യമന്ത്രിയോട് മാറാൻ പറയാനുള്ള ശേഷിയുണ്ടോ ഈ പാർട്ടിക്ക്? ധൈര്യം ഉണ്ടോ ഗോവിന്ദ മാഷക്ക്? ഉണ്ടോ? ഒരാൾ പറയോ? പോളിറ്റ് ബ്യൂറോ പറയോ? എന്തിനാരെ പറയുന്ന മനുഷ്യന്മാരെ? പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു പാർട്ടിയുടെ ഒരു AKG സെൻറ്റർ ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ഭരണവും ശക്തിയിലുള്ള സ്റ്റേറ്റിൽ വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് CPM-ൻ്റെ എല്ലാം അവസാനത്തെ വാക്ക്. ആ മനുഷ്യനൊരു ബാഗ് ഇട്ടിട്ട് ആ സഖാക്കളെ കൂടെ എങ്ങനെ നിൽക്കുമോ? അമ്മോശാക്ക പോയിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക. മനസ്സിലായോ? എങ്ങനെ സഹിക്കും സഖാക്കള്? അപ്പം ഇയാൾക്ക് ഇതൊന്നും ബാധകല്ലേ? ഈ പാർട്ടിയിലെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ലേ? ഇതാണ് പിണറായിസം, അതാണ് മരുമോനിസം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, തൊഴിലാളികളെ സ്നേഹിക്കുന്ന സഖാക്കളുടെ ഉള്ളിൽ കത്തി ഞെരുങ്ങാണ്. ഒരൊറ്റ ആളും ഉണ്ട് നോക്കട്ടെ പിണറായി മാറണമെന്നിപ്പം. കേരളത്തിലെ മുഴുവൻ കവലകളിലും CPM-മാർ പ്രകടനം നടത്തും. പാർട്ടി സെക്രട്ടറി എന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ മതി. പാവപ്പെട്ട സഖാക്കൾ, ഈ തൊഴിലാളികൾ, ഈ തൊഴിലുറപ്പുകാർ, ഈ ചുമട്ടുകാർ, ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കൾ, CIT-കാർ, കേരളം മുഴുവൻ വെയിലിറങ്ങും മുഖ്യമന്ത്രി മാറണം എന്ന് പറഞ്ഞിട്ട്. അറിയും നിങ്ങൾ? അതിനൊന്ന് പറയാനുള്ള ത്രാണി വേണം. അല്ല മുഖ്യമന്ത്രി, അത്രയൊക്കെ ആയി, ഇനി നിങ്ങളെ വെച്ച് ഈ വണ്ടി ഉന്താൻ കഴിയില്ല, ഞങ്ങളെ കാര്യം പാട്ടിൻ്റെ കാര്യം പോക്കാൻ ദയവായി നിങ്ങളൊന്ന് മാറി നിൽക്കണം. അയാൾ എന്തായാലും സ്വയം മാറാൻ തയ്യാറില്ല. അത് പറയാൻ ഈ പാർട്ടിക്ക് ത്രാണിയില്ലോ? പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയോ? ബേബി പറയോ? അഖിലേന്ത്യാ സഖാവ് ബേബി പറയോ? ആരാ പറയാ? ഇനി ജനം പറയാൻ പോകട്ടെ മക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ. 2026 ജനം പറയാൻ പോവാണ്. അതിൻ്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഖാക്കളും ഇവിടെ നിലനിൽക്കും.